എളങ്കൂർ മഞ്ഞപ്പറ്റയിലാണ്, ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു പക്ഷേ കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഇത് ഹസ്സൻ ദാരിമി ഉസ്താദ് പല വീഡിയോസിലും വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെങ്കിലും പക്ഷേ ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു ഷോപ്പാണ്. ആളെ ഞാൻ പരിചയപ്പെടുത്താം, എന്നിട്ട് ഭക്ഷണത്തെക്കുറിച്ച് പറയാം. മൽഹൂത്ത് എന്ന ഭക്ഷണം ഫേമസ് ആണ്, സൗദി അറേബ്യയിലാണ് വളരെ ഫേമസ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലും കിട്ടും. പക്ഷേ കിട്ടുന്നതിൽ ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ആ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ബെസ്റ്റ് എന്ന് പറയാം. അതിൻ്റെ പുതിയ വാക്ക് എങ്ങനെയാണെന്നുള്ള അറിയില്ല. അടിപൊളി ഫുഡാണ്. കാസർഗോഡ് നിന്ന് വരെ ഇവിടുന്ന് ആളുകൾ വരുന്നുണ്ട്. തലശ്ശേരി, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലേൻ്റെ വിവിധ ഭാഗത്തുനിന്ന് പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. കോയ, എന്ത് കോയൊക്കെയാണ്? കോയ എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ സൗദി അറേബ്യയിലായിരുന്നു, 25 വർഷം അവിടെ റെയ്ദാനിലായിരുന്നു. അവിടുത്തെ റെയ്ദാനിലെ ആദ്യത്തെ സ്റ്റാഫാണ്. പിന്നെ കൊറോണ വന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധിയൊക്കെ, വലിയ ചാരിറ്റി പ്രവർത്തകനൊക്കെ ആയിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്ത് തുടങ്ങണം എന്നുള്ളത് ചിന്തിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൽഹൂത്ത്, അല്ലേ അതിൻ്റെ പേര്? മൽഹൂത്ത്, ഒതൻറ്റിക് മൽഹൂത്ത് ഞാൻ കഴിച്ചുകൊണ്ട് പറയാണ്. അത് തീരുമാനിച്ചു. 1.5 വർഷമായിട്ടുള്ളൂ. അതിപ്പോൾ ഭയങ്കര ഹിറ്റാണ്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അസമയത്താണ്. പിന്നെ ഭക്ഷണം അസർ സമയത്തില്ല, അസറിൻ്റെ നേരത്താണ്. പറയട്ടെ, എന്താണ് വിശേഷം? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രം. എന്താണ് നിങ്ങൾ ഈ ക്യാബിൻ്റെ മുന്നിൽ അദ്ദേഹം കുറേ ഞങ്ങളോട് സങ്കടപ്പെട്ടു, മീൻസ് അങ്ങനെയല്ല, ഒരുപാട് പ്രതിസന്ധി സഹിച്ച ആളാണ്. എന്താണ് പറയൂ? ഞാൻ സൗദി അറേബ്യയിലെ മത്താം റെയ്ദാനിൽ 25 വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഒരു ഭക്ഷണം എൻ്റെ നാട്ടിൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, സർവശക്തൻ്റെ തുണ കൊണ്ട് അത്യാവശ്യം എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല സപ്പോർട്ടായും കൊണ്ട് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരുപാട് ആൾക്ക് അറിയുന്ന ഒരു ഭക്ഷണമാണ് ഈ മൽഹൂത്ത് എന്ന് പറയുന്ന ഭക്ഷണം. മൽഹൂത്ത് എന്നതിൻ്റെ അർത്ഥം ലഗത്ത് പറഞ്ഞാൽ പ്രഷർ എന്നാണ് അർത്ഥം. ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കണം, പ്രഷർ കുക്കറിൽ. ആ കുക്കറിൽ ഉണ്ടാക്കിയാലേ ഈ ഭക്ഷണത്തിൻ്റെ പൂർണ്ണ വിജയം ആവുകയുള്ളൂ. അതുപോലെ അതിലുള്ള മസാല, അതും അറേബ്യൻ രുചിക്കൂട്ടുകൾ മാത്രമാണ് അതിൽ കൂട്ടിയിട്ടുള്ളത്. മലയാളി ടച്ച്, അതായത് കേരള ടച്ചായിട്ട് ഒന്നും അതിൽ കൂട്ടിയിട്ടില്ല. അറേബ്യൻ രുചി വിഭവങ്ങളിലെ 2ാം സ്ഥാനക്കാരനായ ഈ മൽഹൂത്ത് എന്ന ഭക്ഷണം ആ അറേബ്യൻ രുചി വിഭവത്തിൽ തന്നെയാണ് ഈ എൻ്റെ ചെറിയ ഉൾപ്രദേശമായ മഞ്ചേരിക്കടുത്ത എളങ്കൂർ മഞ്ഞപ്പറ്റയിൽ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് റൈഹാൻ മൽഹൂത്ത് എന്നാണ്, റൈഹാൻ റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ. ഇപ്പോൾ എനിക്ക് ഷാവുലുണ്ടല്ലോ, അപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സൗദി അറേബ്യയിലെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറായിരുന്നു. മാഷാ അല്ലാഹ്. പക്ഷേ അദ്ദേഹം കഴിച്ചതിന് ശേഷം പറഞ്ഞ ഒതൻറ്റിക് മൽഹൂത്ത് എന്ന് പറഞ്ഞത് ഞങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇവിടുന്ന് കഴിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. ഒരുപാട് നാൾ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് എന്ന് ഞാൻ ശരിക്കും പറയും. ധൈര്യമായിട്ട് വരാം. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. എന്താണ് ആളുകൾ ഇങ്ങനെ തിരക്കാനുള്ള പല സമയത്തും? അതായത് 1 മണിക്കൂർ മുന്നേ വിളിച്ച് വരണം. കാരണം ഇത് ഒന്നായിട്ട് ഉണ്ടാക്കി വെക്കാൻ സാധിക്കില്ല. കാരണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ എല്ലാ ആളുകളും, ഒരു 90% ആളുകളും ഇവിടേക്ക് വരുന്ന ആളുകൾ എല്ലാം 1 മണിക്കൂർ മുന്നേ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 1 മണിക്കൂർ കൊണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും വിളിച്ചിട്ട് വരാവും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്പർ നമ്മൾ കൊടുക്കാം. എന്താ ഉസ്താദ്, എന്ത് തോന്നുന്നു? എന്താ പറയുക, പൊതുവെ പ്രവാസികൾ, പിന്നെ നമ്മൾ അതിലേക്കൂടെ കിടക്കണം. പ്രവാസികൾ ഒരുപാട് കഷ്ടപ്പെടും. വീടുണ്ടാക്കും, മക്കളെ കെട്ടിക്കും, മുടിയാളിച്ചിൽ, അതേപോലെ തന്നെ ബാക്കിയുള്ള ചിലവ്, നാട്ടിലെ സംഭാവനകളൊക്കെ പ്രവാസികൾ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ നട്ടിൽ. അതിലൊരു യഥാർത്ഥ ആക്ച്വൽ പ്രവാസിയാണ് ഇദ്ദേഹം. 25 വർഷത്തിന് ശേഷം പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നതിന് ശേഷം എന്തായി, ആകെ പ്രയാസപ്പെടുന്നു. പിന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഷോപ്പ് തുടങ്ങുന്നു, അത് വിജയിക്കുന്നു. തുടങ്ങിയപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? കൺഫ്യൂഷനൊന്നുമില്ല. കാരണം എൻ്റെ ഗുരു തുല്യനായി ഞാൻ സ്നേഹിക്കുന്ന ഡോക്ടർ മൻസൂർ സുല്ലമിയുടെ കീഴിൽ ഒരു 25 വർഷക്കാലത്തെ പരിചയം അവിടെ ജിദ്ദയിലെ മത്താം റെയ്ദാനിലെ ആ പരിചയം കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചെന്ന അതേ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഓക്കെ. നിങ്ങളെന്താ നേരത്തെ സങ്കടപ്പെട്ട? എന്തിനാ
സങ്കടപ്പെട്ട് കാരണം സമ്പാദ്യമായിട്ടൊന്നുമില്ല. പക്ഷേ അതിന്റെ അനുഗ്രഹം ഉണ്ടല്ലോ അല്ലേ? എന്താ ഉസ്താദിന് എന്താ പറയാനുള്ളത്? മൂപ്പര് നേരത്തെ സങ്കടപ്പെട്ട് പറഞ്ഞില്ലേ, നമ്മള് സമ്പാദ്യത്തിൽ നിന്നൊക്കെ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ മൂപ്പര് ഗൾഫിലുള്ള സമയത്ത് നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സംഭവം നമ്മൾ മൂപ്പരൊക്കെ ബന്ധപ്പെടുക, വാട്സപ്പിലും മറ്റേതിലൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ മൂപ്പരാൽ കഴിയുന്ന സഹായം ചെയ്യും, വാക്കുകൊണ്ട് നമ്മളെ മോട്ടിവേഷൻ ചെയ്യും. നടക്കും ഇൻഷാല്ലാ, നമ്മൾ ഇറങ്ങിയാൽ നടക്കുന്നില്ല. നമ്മൾ ഈ മഞ്ഞപ്പറ്റ മാത്രമല്ല, ഇത് എളങ്കൂർ വില്ലേജാണ്. എളങ്കൂർ വില്ലേജ്, തൃക്കലങ്കോട് പഞ്ചായത്തിലെ എളങ്കൂർ വില്ലേജ്. അവിടെ തന്നെ ഞങ്ങളൊക്കെ ഒരു അത്താണിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്ന് തുടങ്ങി ഒരു സ്ഥാപനം തുടങ്ങിയതിലും അത് നല്ല രംഗത്ത് എത്തിയതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങളെ ഈ ചാനലിൽ വരിക എന്നുള്ളതും നിങ്ങളെ യൂട്യൂബിൽ വരിക എന്നുള്ളതും അതിപ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കി പറയല്ല, നിങ്ങളെ വല്ലാത്തൊരു നമ്മളെ അറബി പറഞ്ഞ ഞങ്ങളും വല്ലാത്തൊരു മുഹിബാണ്. ഒരുപാട് കാലമായി ഞാൻ ഫൈസൽ മാഷ് എന്ന മാഷെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ മുഖസ്തുതി പറയല്ല, അക്കായിട്ട് പറയാം. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വന്നത് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഉസ്താദ് എന്ന് പറയും നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും. പക്ഷേ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണത്. കാരണം ടേസ്റ്റിൽ നമ്മൾ വീഡിയോ ചെയ്യാറില്ല, അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ചെരുപ്പ് കൂടിയിട്ടാണ് കടി കിടക്കുന്നത്. 1.5 വർഷമായിട്ട് എന്തൊരു വൃത്തിയാറോ, പുതിയ കുടിയിരിക്കലിനൊക്കെ വന്നായിരിക്കാം വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതാണിപ്പോൾ ഞങ്ങളിങ്ങനെ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതൊരാഴ്ച ആയിട്ടുള്ള തുടങ്ങിയിട്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ 1.5 വർഷമായി പറഞ്ഞാൽ 1.5 വർഷം എങ്ങനെ ഇത്ര വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണം? അപ്പോൾ ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ പൊതുവേ അയക്കാൻ മടിയുള്ള ഒരാളാണ്. ബാക്കിയുള്ളവരെല്ലാം അയച്ചിട്ട് കാണുമ്പോൾ അത് അയച്ചു വിടണം. എൻ്റെ കൂടെയുള്ള കുട്ടീസിനോട് അയച്ചു കയറുമ്പോൾ ഇവിടുത്തെ സിസ്റ്റതാണ് എന്ന് പറഞ്ഞ് അയപ്പിച്ചു. അതപ്പോൾ വരുന്ന ജനങ്ങളും അതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വൃത്തി, ടോയ്ലറ്റിൽ വരെ ആ വൃത്തി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത്രയും മനോഹരം. പിന്നെ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇത് നേരത്തെ എക്സ്പീരിയൻസ് ഇല്ല, ഷാഹുല് പറഞ്ഞ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ചാൽ പറയും, പക്ഷെ ഒരു ഹൃദയം തൊട്ടിട്ട് അള്ളാഹനെ സ്തുതിച്ചു. പിന്നെ മൂപ്പരുടെ ആറ്റിറ്റ്യൂഡ് എന്നെ വല്ലാതെ ആകർഷിച്ചു. പ്രദേശത്ത് കോയാക്കാൻ്റെ ഈ മദ്ലൂത്ത് കഴിക്കാൻ സത്യം പറഞ്ഞ ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കഴിച്ചപ്പോൾ ഞാൻ പൊതുവേ ഒരു ഭക്ഷണപ്രിയനാണ്. എല്ലായിടത്തും പോയിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ ഇങ്ങനെ ഇതിലടിച്ചിട്ട് ഇവിടെ ഉള്ളത് എല്ലായിടത്തും പോയിക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, അതായത് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉൾപ്രദേശത്ത് കോയാക്കാൻ്റെ ഈ മദ്ലൂത്ത് കഴിച്ചപ്പോൾ വളരെ സന്തോഷം, നല്ല രുചി. പിന്നെ ഇത് ആക്ച്വലി സൗദി എക്സ്പീരിയൻസ് ഉള്ള ആൾ ഷൗൽ മാഷ ഞങ്ങളുടെ ഇടയിൽ. ഞാൻ സൗദിയിൽ പോയിട്ടില്ല, ഇൻഷാ അല്ലാ പോകണം, ദുആ ചെയ്യാം. ഞാൻ പോയിട്ടുണ്ടോ? ഓക്കെ. കുട്ടേഴ്സിന് പോയിരുന്നു. എന്ത് തോന്നുന്നു? ശരിക്കും നമ്മൾ സൗദിയിലുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ഈ മദൂത്ത് കഴിച്ച അതേ ഫീലും അതേ ടേസ്റ്റും അതേ കാഴ്ചയിലൊക്കെ അതന്നെ, ഒരു മാറ്റമില്ല. പിന്നെ അതിലുപരിയായിട്ട് കോയൊക്കെ വിളമ്പി തരുമ്പോൾ എങ്ങനെ വെച്ചെങ്കിൽ ഒരാളെ വയറ് നിറക്കാൻ ഈസിയാണ്, മനസ്സ് നിറക്കാൻ അത്ര ഈസിയല്ല. കോയൊക്കെ വിളമ്പി തരുമ്പോൾ നമ്മൾ മനസ്സ് നിറയും. നമ്മൾക്ക് എന്താ ചെയ്യണില്ല, അവർ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വീട്ടിൽ പോയി സൽക്കരിക്കുന്ന ആ ഒരു ഫീലാണ്. നല്ലൊരു വ്യത്യസ്ത അടിപൊളി. ഏതായാലും നമ്മൾ നീട്ടുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുക. ഏതായാലും ഈ മദ്ഹൂത്ത് ഒറിജിനൽ മദ്ഹൂത്ത് വേണമെങ്കിൽ മഞ്ചേരി, എളങ്കൂർ അല്ലെങ്കിൽ വണ്ടൂരിൽ നിന്നൊക്കെ വരാം, മഞ്ഞപ്പറ്റ വരാം. ഇത് പിന്നെ നമ്മുടെ റയ്യാൻ റെസ്റ്റോറൻറ്റ്, ഇദ്ദേഹത്തെ വിളിക്കുക, നമ്പറൊക്കെ ഞാൻ കൊടുക്കാം.